ഈ കേരളത്തിലേക്ക് 29 ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും ആമയെ കൊടുത്തയച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനോട് പ്രതിപക്ഷത്തിന്റെ നിലപാടെന്താണെന്ന് പറയേണ്ടത് സാർ. ഇന്നത്തെ പ്രശ്നം എന്താണ് സാർ? ഇന്ന് 118 അനുസരിച്ച് ചട്ടം 118 അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തിനോടുള്ള നിലപാടിനെതിരെ ഒരു പ്രമേയം ഈ സഭ പാസാക്കാൻ നിൽക്കുമ്പോ അതിനോടുള്ള അഭിപ്രായമാണോ കേരളത്തിലെ പ്രതിപക്ഷം കാണിക്കുന്നത് സാർ? ഇത് ഒരു പ്രതിപക്ഷ നിലപാടല്ല സാർ. കേരളത്തിലേക്ക് ആമയെ കൊടുത്തയച്ച കേന്ദ്ര ഗവൺമെന്റിനോട് കനകോലു പറഞ്ഞതനുസരിച്ചുള്ള ഐക്യപ്പെടലാണ് ഇന്ന് നടക്കുന്ന ഈ രാഷ്ട്രീയ സാർ. ഞാൻ ഒറ്റ കാര്യം ഡൽഹിയിലെ 10ാം നമ്പർ ജനപഥ റോഡിലേക്ക് കടന്നുപോയ ഒരാളുടെ പടവും ആംബുലൻസ് കൈമാറുമ്പോ എടുത്തൊരു പടവും തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് താരതമ്യം നടത്താൻ പറ്റുമോ സാർ? ആരാണ് ഇതിട്ട് നിർത്തിയിരിക്കുന്നത്? കേരളത്തില് കേന്ദ്ര ഗവൺമെന്റിനോട് ശക്തമായ പ്രതിഷേധമുണ്ട് സാർ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ മുറിയിലിരുന്നാണ് സ്പീക്കറെ ആക്രമിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നലത്തെ സമരം നടന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആ കസേരയിൽ ഇരുന്നു കൊണ്ട് കഴിയുമ്പോൾ സമരത്തിന്റെ വീര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ. ഇത് അദ്ദേഹത്തിന്റെ അഭിപ്രായമില്ല. ഏതാവൊരു കനകോലു പ്ലാൻ ചെയ്ത് കൊടുത്ത സമരമാണ് സാർ ഇത്. കോലു ആ കനകോലുവിന്റെ അഭിപ്രായമാണ് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അദ്ദേഹം പറയാ ഇന്നലെ സ്പീക്കറുടെ ചേംബറിലേക്ക് ചാടിക്കയറി അങ്ങേ ആക്രമിക്കാമെന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്റ്റാഫിനെ സെക്യൂരിറ്റി ആക്രമിച്ച ശരിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം എതിർപ്പ് രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ എല്ലാ തോന്നിവാസങ്ങളെയും ന്യായീകരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി പ്രതിപക്ഷ നേതാവ് മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം